സ്വാമി വിവേകാനന്ദന്റെ 150ാമത് ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ബാലഗോകുലം ശബരിഗിരി ജില്ലയുടെ നേതൃത്വത്തിൽ വിശ്വം വിവേകാനന്ദം ഗോകുലയാത്ര റാന്നി പെരുമ്പുഴയിലെത്തി. സ്വാമി വിവേകാനന്ദന്റെ ജീവിതത്തിലെ അനശ്വര മുഹൂർത്തങ്ങൾ കോർത്തിണക്കി അവതരിപ്പിച്ച നൃത്തശില്പം ശ്രദ്ധേയമായി. സ്വാമി വിവേകാനന്ദന്റെ 150ാമത് ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ബാലഗോകുലം ശബരി ജില്ലയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ പര്യടനം നടത്തിയ വിശ്വം വിവേകാനന്ദം ഗോകുലയാത്ര റാന്നി പെരുമ്പുഴയിലെത്തി. അടിമത്തത്തിൽ ജീവിച്ചുവന്ന ഒരു കൊളോണിയൽ സമൂഹത്തിൽ ഒരു പുതിയ കാലഘട്ടത്തെ സൃഷ്ടിച്ചുകൊണ്ട് വിവേകാനന്ദൻ നടത്തിയ പോരാട്ടങ്ങൾ, അടിമത്തത്തിലാഴ്ത്തപ്പെട്ട സ്ത്രീ സമൂഹം, ഭാരത സംസ്കാരത്തിൽ അമ്മ എന്ന പദത്തിനുള്ള അർത്ഥം, സർവോപരി സ്വരാജ്യത്തെക്കുറിച്ചുള്ള സ്നേഹം, ചിന്മുദ്രയുടെ അർത്ഥം തേടി ചട്ടമ്പിസ്വാമികളെ സന്ദർശിച്ച് സംശയ നിവൃത്തി വരുത്തുന്നത്, അങ്ങനെ സ്വാമി വിവേകാനന്ദന്റെ ജീവിതത്തിലെ അനശ്വര മുഹൂർത്തങ്ങൾ കോർത്തിണക്കിയ വിവേകാനന്ദം നൃത്തശില്പം അവതരണ രീതി കൊണ്ടും ആശയപരമായും ഏറെ പുതുമ പുലർത്തി. കവിയും ഗാനരചയിതാവുമായ PK ഗോപി രചിച്ച കനകദാസ് പേരമ്പ്ര സംവിധാനം ചെയ്ത നൃത്തശില്പമാണ് വിവേകാനന്ദം എന്ന പേരിൽ ജില്ലയിലെ വിവിധ ബാലഗോകുലങ്ങളിലെ കുട്ടികൾ അവതരിപ്പിച്ചത്. വിവേകാനന്ദം वसुंधरा पुण्यवती चेना अपार सच्चे सुख सागरेऽस्मिन् लीनम्बरे ब्रह्मणि यस्य चेतः അതിരറ്റ സച്ചിദാനന്ദ സമുദ്രത്തിൽ മനമാണ്ടവന്റെ വംശം വിശുദ്ധം, മാതാവ് കൃതാർത്ഥ, അവൻ പിറന്ന പാരിടം പാവൻ. വീണ്ടുമെഴുന്നേൽക്ക മൃത്യുവേ അല്ലത് നിദ്രയത്രേ നവജീവനേകാൻ താമര കൺകൾക്കോ വിശ്രമമേകുവാൻ ധീരതരാൽ ആലോകം കൈവരാനും ലോകത്തിനാവശ്യം കാക്കുന്നിതാ നിന്നെ സത്യമേ മൃത്യു നിനക്കില്ലേതും യാത്ര തുടരുന്നേ. മഹത്വത്തിന്റെ ഉൾക്കാഴ്ച, മാറ്റത്തിന്റെ സഫലത എന്ന സന്ദേശം ഉൾക്കൊണ്ടാണ് ഗോകുലയാത്ര സംഘടിപ്പിച്ചത്. ഗോകുലയാത്ര റാന്നി പെരുമ്പുഴയിൽ എത്തുന്നതിന് മുൻപ് നടന്ന പൊതുസമ്മേളനം റാന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രദീപ് കുമാർ കിഴക്കേവിള ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ റാന്നിയിലും കഴിഞ്ഞ ജനുവരിയിൽ ഇതുപോലെ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയും നമ്മുടെ പ്രദേശത്ത് സ്വാമി വിവേകാനന്ദന്റെ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടിയുള്ള ജന്മദിന പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഏതാണ്ട് ഒരു വർഷം പിന്നിട്ടിരിക്കുകയാണ്. സ്വാമി വിവേകാനന്ദൻ എന്ന് പറയുന്ന ആ യുഗപുരുഷൻ നമ്മുടെ ഭാരതത്തിന്റെ യശസ് വിദേശ രാജ്യങ്ങളിൽ എത്തിക്കുവാനും നമ്മുടെ ഭാരത സന്ദേശം, നമ്മുടെ ആർഷ ഭാരത സംസ്കാരം വിദേശങ്ങളെ അറിയിക്കുവാനും അതിൽ കൂടി അവരെ നമ്മുടെ ഭാരതത്തിലേക്ക് ആകർഷിക്കുവാനുമൊക്കെയുള്ള പരിശ്രമം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടത്തിയിരുന്നു. ബാലഗോകുലം താലൂക്ക് അധ്യക്ഷൻ PK ഗോപകുമാർ അധ്യക്ഷനായിരുന്നു. തിരുവിതാംകൂർ ഹിന്ദുധർമ്മ പരിഷത്ത് പ്രസിഡന്റ് PN നീലകണ്ഠൻ നമ്പൂതിരി, RSS താലൂക്ക് കാര്യവാഹ് അനിൽ KS, ബാലഗോകുലം മേഖലാധ്യക്ഷൻ ഹരീന്ദ്രൻ, താലൂക്ക് രക്ഷാധികാരി കാർത്തികശ്രീ, ജില്ലാ ഖജാൻജി PS ഗിരീഷ്, TK ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു.